ഫിസിക്കൽ ഫേവേഴ്സിനെ ഗ്രേസ് എന്ന് വിളിക്കുന്നുണ്ട്. ഗ്രേസ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ്. കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പവറാണ്. 2 Corinthians 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പം കൃപയ്ക്ക് അവിടെ ശക്തി എന്നാണ് ബൈബിൾ പറയണത്, പവർ ഓഫ് ഗോഡ്. ഈ പവർ ഓഫ് ഗോഡ് ചില പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഫിസിക്കൽ ഫേവേഴ്സിന് പകരം പവർ ഓഫ് ഗോഡാണ് തരണത്. ദൈവത്തിൻ്റെ ശക്തി എന്നുവെച്ചാൽ നമ്മുടെ വില്ല് നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് എതിരായി വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നടത്തി തരാൻ പറ്റുന്നില്ല, അത് നമുക്ക് ഗുണകരമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം നടത്തും. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് സ്വീകാര്യമായിരിക്കുകയോ മധുരതരമായിരിക്കുകയോ ഇല്ല. അങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പവർ തരും. അതുകൊണ്ടാണ് ഈശോ പോലും പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ലൂക്ക 22:42-43 പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ സംഭവിക്കണം അറിയാമോ? നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് കർത്താവിൻ്റെ ഇഷ്ടപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ സത്യസന്ധം ആത്മാർത്ഥത്തോടെ പറയണമെങ്കിൽ ഒരു കാര്യം അവിടെ നടക്കും. എന്താ നടക്കണത്? അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം കിട്ടും. അതെ, ശക്തി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നറിയാമോ? ഇപ്പം ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, ഐസയ 50:6-7 അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ. ആ സഹായമാണ് കൃപയെന്ന് പറയണത്, അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായില്ലേ? കർത്താവിന് അവനെ ശക്തിപ്പെടുത്താൻ മാലാഖ എന്ന് പറയുന്നത് ഈ ശക്തിയാണ്. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ വേല ചെയ്യുന്ന ലജ്ജയില്ലാതെ വന്നാൽ അതിനർത്ഥം നീ കൃപയിൽ നിറഞ്ഞു എന്നാണ്. പിതാവിന്റെ